ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്ന ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ കാർ റേസിംഗിൽ ഒന്നാം സ്ഥാനം നേടി മലയാളി വിദ്യാർത്ഥികൾ. മലപ്പുറം എടയൂർ സ്വദേശി മഹേകൃഷ്ണ ഉൾപ്പെടെ 5 പേരാണ് നേട്ടം കൈവരിച്ചത്. ഓഗസ്റ്റ് 24 മുതൽ 27 വരെ ഡൽഹി നോയിഡയിൽ ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്ന ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ കാർ റേസിംഗിലാണ് മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം നേടിയത്. കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബിടെക് വിദ്യാർത്ഥികളായ മലപ്പുറം എടയൂർ സ്വദേശി മഹീകൃഷ്ണ, തൃശൂർ സ്വദേശികളായ ബാസിൽ, ആകാശ്, ആദിത്യൻ, എറണാകുളം മാപ്പിളക്കുടിയിൽ അലൻ സക്രിയ എന്നിവരാണ് നേട്ടം കൈവരിച്ചത്. 30 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത മത്സരത്തിലാണ് ഒന്നാം സ്ഥാനം. 1 ലക്ഷം രൂപയും മെഡലും ട്രോഫിയും സമ്മാനമായി ലഭിച്ചു. കുറച്ച് ടഫ് തന്നെയായിരുന്നു. കാരണം നമ്മൾ RC കാർ എന്ന് പറഞ്ഞാൽ നമ്മളധികം ചെറുപ്പത്തിൽ കണ്ടല്ലാണ്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഫോക്കസ് ചെയ്യാത്തൊരു സാധനമാണല്ലോ. അപ്പൊ മെക്കാനിക് സൈഡ് ഡിഫറൻഷ്യലൊക്കെ വരുമ്പോൾ കുറച്ച് പാടായിരുന്നു. പക്ഷെ എന്നാലും യൂട്യൂബൊക്കെ നോക്കി അത്യാവശ്യം സെറ്റാക്കി എടുത്തു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ പോയത് ഭയങ്കര ഇഷ്യമായിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ മോട്ടോർ പോയി. പിന്നെ അത് പോയി സോഴ്സ് ചെയ്ത് അത് കാരണം കോമ്പറ്റീഷൻ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. ലാസ്റ്റ് മിനിറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ കോമ്പറ്റീഷൻ ഒരാൾ ഇവിടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മോട്ടോർ സെറ്റ് ചെയ്യാനുള്ള ടൈമേ ഉണ്ടായുള്ളൂ. ഇത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ലൈക്ക് നമ്മളൊരു RC ഇലക്ട്രിക് കാർ ഉണ്ടാക്കി അതൊരു ബഗ്ഗി പോലത്തെ ഒരു വേർഷനിലായിരിക്കണം. എന്നിട്ട് ഓഫ് റോഡ് 200 മീറ്റർ ട്രാക്കിൽ നമ്മൾ റേസ് ചെയ്യണം. ഏറ്റവും കുറഞ്ഞ ടൈമിലും ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് നമ്മൾ ഈ കളി ജയിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഏകദേശം 200 മീറ്റർ 29 സെക്കൻഡ് ആവറേജ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 30ഓളം രാജ്യങ്ങളായിരുന്നു ഈ ഒരു ഈവെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഇതില്. അപ്പോൾ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. ബാസലും മഹീകൃഷ്ണയും മെക്കട്രോണിക്സ് അവസാന വർഷ വിദ്യാർത്ഥികളും ആകാശ്, ആദിത്യൻ, അലൻ എന്നിവർ ഫുഡ് ടെക്നോളജി 3ാം വർഷ വിദ്യാർത്ഥികളുമാണ്. കൂടുതൽ വേഗതയും സ്ഥിരതയും കൈവരിക്കാൻ ശേഷിയുള്ള പുതിയ വാഹനം നിർമ്മിച്ച് ഭാവിയിലെ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഈ 5-അംഗ ടീം. ന്യൂസ് 18 തിരൂർ. മലയാളി പുലിക്കുട്ടികളെയാണ് നമ്മൾ കണ്ടത്. രഞ്ജിത്ത്, ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കമന്റ്സ് നോക്കുക.